ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം 1. റോമർക്ക് ലേഖനം എഴുതിയത് ആരാണ്? പൗലോസ്. ആരെക്കുറിച്ചാണ് ദൈവം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്തത്? തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച്. ആരാണ് സുവിശേഷം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്തത്? ദൈവം. ദൈവം ആരിലൂടെയാണ് സുവിശേഷം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്തത്? പ്രവാചകന്മാരിലൂടെ. സുവിശേഷം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്തത് എവിടെയാണ്? വിശുദ്ധ രേഖകളിൽ. റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ തുടക്കത്തിൽ പൗലോസ് തന്നെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ദൈവം സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനും. പൗലോസ് ആർക്കു വേണ്ടിയാണ് ലേഖനം എഴുതുന്നത്? റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും. പൗലോസ് റോമാക്കാരെ എങ്ങനെ അഭിവാദ്യം ചെയ്തു? നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് യേശു ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടത് എങ്ങനെയാണ്? മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ. യേശുവിൽ നിന്ന് പൗലോസിന് എന്താണ് ലഭിച്ചത്? കൃപയും അപ്പോസ്തലത്വവും. യേശുവിലൂടെ പൗലോസിന് കൃപയും അപ്പോസ്തലത്വവും ലഭിച്ചത് എന്ത് ഉദ്ദേശത്തോടെയാണ്? യേശുവിന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. അനുസരണം എന്തിൽ നിന്നാണ് വരുന്നതെന്ന് പൗലോസ് പറയുന്നു? വിശ്വാസത്തിൽ നിന്ന്. റോമാക്കാരുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള പൗലോസിന്റെ ആദ്യ പ്രഖ്യാപനം എന്താണ്? അവരുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. പൗലോസ് എന്തിനാണ് ആദ്യം തന്നെ തന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം റോമാക്കാർക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നത്? അവരുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ. പൗലോസ് റോമൻ വിശ്വാസികളെ ഇടവിടാതെ ഓർത്ത് എപ്പോഴും യാചിക്കുന്നത് എന്താണ്? ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും അവരുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന്. പൗലോസ് അവരെ നിരന്തരം എങ്ങനെ ഓർക്കുന്നു എന്നതിന് ആരാണ് സാക്ഷി? അവന്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ പൗലോസ് തന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം തനിക്ക് സാക്ഷി. പൗലോസ് റോമൻ വിശ്വാസികളെ എന്തിനായി കാണുവാൻ വാഞ്ചിക്കുന്നു?
അവരുടെ സ്ഥിരീകരണത്തിനായി ആത്മീയ വരം വല്ലതും അവർക്ക് നൽകേണ്ടതിന് അവർക്കും തനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ അവരോടുകൂടെ തനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന്. പൗലോസ് അവരുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചതെന്തിന്? ശേഷം ജാതികളിൽ എന്ന പോലെ അവരിലും പല ഫലവും ഉണ്ടാകേണ്ടതിന്. പൗലോസ് ആർക്കെല്ലാം കടക്കാരൻ ആകുന്നു? യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും. റോമയിലുള്ള അവരോടും എന്തു ചെയ്യാൻ പൗലോസ് തന്നാൽ ആവോളം ഒരുങ്ങിയിരിക്കുന്നു? സുവിശേഷം അറിയിപ്പാൻ. പൗലോസിന് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്തത് എന്തുകൊണ്ട്? വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നതിനാൽ. സുവിശേഷത്തിൽ എന്ത് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു? ദൈവത്തിൻ്റെ നീതി. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും എന്ന് എഴുതിയിരിക്കുന്നതെവിടെ? ഹബക്കൂക്ക് 2-ാം അധ്യായം 4-ാം വാക്യം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ എന്ത് സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു? ദൈവത്തിൻ്റെ കോപം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർക്ക് വെളിവായിരിക്കുന്നത് എന്താണ്? ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത്. ലോകസൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നതെന്തല്ല? അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നത് എന്തിന്? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർക്ക് പ്രതിവാദമില്ലാതെ ഇരിക്കേണ്ടതിന്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവർ എന്താണ് ചെയ്യാതിരുന്നത്? അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നവർക്ക് എന്ത് സംഭവിച്ചു? അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഹൃദയം ഇരുണ്ടുപോയവർ ആരാണെന്ന് അവകാശപ്പെട്ടു? ജ്ഞാനികൾ. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്തായിപ്പോയി? മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ എന്തിൻ്റെയെല്ലാം രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ളവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞതിനാൽ ദൈവം അവരെ എന്തിന് ഏൽപ്പിച്ചു? തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു.
ദൈവം അവരെ അശുദ്ധിയിൽ ഏൽപ്പിച്ചതിന്റെ ഫലം എന്തായിരുന്നു? ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവർ എന്തിനെയാണ് ഭജിക്കുകയും ആരാധിക്കുകയും ചെയ്തത്? സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ. അവർ എന്താണ് ഒരു വ്യാജമാക്കി മാറ്റിക്കളഞ്ഞത്? ദൈവത്തിന്റെ സത്യം. അവർ സൃഷ്ടാവിനു പകരം സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചതിനാൽ ദൈവം അവരെ എന്തിന് ഏൽപ്പിച്ചു? അവമാനരാഗങ്ങളിൽ. അവമാനരാഗങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട അവരുടെ സ്ത്രീകൾ എന്തു ചെയ്തു? അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവമാനരാഗങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട അവരുടെ പുരുഷന്മാർ എന്താണ് പ്രവർത്തിച്ചത്? സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. ലജ്ജാകരമായ പ്രവർത്തികൾ ചെയ്ത മനുഷ്യർ എന്താണ് തങ്ങളിൽ തന്നെ പ്രാപിച്ചത്? വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന്റെ ഫലം എന്തായിരുന്നു? ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിക്കപ്പെട്ടവർ എന്തെല്ലാം നിറഞ്ഞവരാണ്? അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിക്കപ്പെട്ടവർ എന്തെല്ലാം തിങ്ങിയവരാണ്? അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും എന്തു ചെയ്യുന്നു? അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.